തൃശൂർ എലിഞ്ഞിപ്ര കോതേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി ധ്വജപ്രതിഷ്ഠാ കർമ്മം 8 മാസക്കാലം പൂജാവിധികളോടെയുള്ള തൈലാധിവാസത്തിന് ശേഷമാണ് ധ്വജപ്രതിഷ്ഠ നടത്തിയത്. വൈകിട്ട് നടന്ന പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം ദിലീപ് മുഖ്യാതിഥിയായി. നിരവധി ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയാണ് കോതേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നത്. കഴിഞ്ഞ നവംബറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കൊടിമരത്തിലേക്കായുള്ള ആദ്യ തൈലം സമർപ്പിച്ചത്. തുടർന്ന് 8 മാസക്കാലം എണ്ണത്തോണിയിൽ തൈലാധിവാസം. ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ച് വാഹനബിംബ പ്രതിഷ്ഠ, കലശാഭിഷേകം, പ്രതിഷ്ഠാഞ്ജലി, ആചാര്യ ദക്ഷിണ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. തുടർന്ന് കൊടിമര സമർപ്പണം നടത്തിയ ശങ്കരൻ കിഴക്കൂട്ടിനെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. വൈകിട്ടോടെ താളവാദ്യങ്ങളോടെയുള്ള ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പരിപാടിയിൽ ചലച്ചിത്ര താരം ദിലീപ് ദീപം തെളിയിച്ചു. നിങ്ങളുടെ സ്നേഹവും കയ്യടിയും ഒക്കെ തന്നെയാണ് ഇന്ന് വേദിയിൽ എന്നെ നിർത്താൻ സഹായിച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ വേദിയിലും ഞാൻ അവിടെ കാണുന്ന എല്ലാവരോടും പറയാറുണ്ട്. കാരണം നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്താണ് ഞങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ കാണാൻ വരുന്നത്. ആ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ എന്നെ പോലുള്ള കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിലൂടെ കണ്ടിട്ടാണ്, നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. ആ സ്നേഹത്തിന് മുമ്പിൽ ഒരുപാട് തലകുനിക്കുന്നു. പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ മറ്റം ജയകൃഷ്ണൻ പണിക്കർ, ക്ഷേത്രം ഊരാളൻ സുകുമാരൻ കർത്താവ്, ജനം TV ഡയറക്ടർ CA US കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ ശ്യാമ സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് റിട്ടയർഡ് സെയിൽസ് ടാക്സ് ഓഫീസർ K ദിവാകരൻ അധ്യക്ഷനായി. ജനം, തൃശൂർ.